اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. കുറച്ച് ക്ലാസ്സുകളിലായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹഖീഖത്ത് മുഹമ്മദിയ്യത്തിൻ്റെ പൊരുള് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആവാഹിക്കപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ആളുകളൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ അഫ്ആലുകളും അഖ്വാലുകളും ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർണ്ണമായി ലയിക്കുമ്പോൾ ആ മുഹമ്മദീയത്തിന്റെ അഗാധമായ ഉള്ളറകളിലേക്ക് അവർ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ വെളിപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആ ഉന്നതമായ വെളിപാടുകൾ ഉണ്ടായ ഒരുപാട് മഹാന്മാരെ കുറിച്ച് കിതാബുകൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ളുഹറിന്റെ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിയാര് തങ്ങളും ബഹുമാനപ്പെട്ട ഗൗസുൽ കാണാൻ വരികയും യഖ്ലത്തൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗസുൽ ആലമിനോട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ ഇഫ്തഹ് ഫാക, നീ നിങ്ങളെ വായ തുറക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഗൗസുൽ ആലമിന്റെ വായിലേക്ക് 7 തവണ തുപ്പിക്കൊടുത്തു എന്ന് ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഗൗസുൽ ആലമിന്റെ വായിലേക്ക് 6 തവണ തുപ്പിക്കൊടുത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും അത്ഭുതകരമായ രൂപത്തിലായിരുന്നു സംഭവിച്ചിരുന്നത്. അവരുടെ വഅളാൽ പലരും ചാകുന്നവർ ബഹുമാനപ്പെട്ടവരുടെ വഅള് കേട്ടിട്ട് അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങിയിട്ട് മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ മരണപ്പെട്ടു പോയിരുന്നു എന്ന് പോലും കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിൽ കാണുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. ഹഖീഖത്ത് മുഹമ്മദിയ്യത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിയ ആളുകളിൽ മാത്രം അവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന, അവർക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരവസ്ഥ. അത് ഗൗസുൽ ആലമിനിക്ക് മാത്രമല്ല, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു അവർ അഖ്താബുൽ അർബഅയാണ്. അതുപോലെ അബ്ദുല്ലാഹിൽ മശീസ് റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു, അബുൽ അബ്ബാസ് അൽ മർസി എന്നും കാണാം, അൽ മുർസി എന്നും കാണാം. ബഹുമാനപ്പെട്ടവർക്കും അങ്ങനെ തന്നെയാണ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, സയ്യിദി വഖുറത്തി ഐനി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നിയാസുൽ കൗലഖി റളിയല്ലാഹു അൻഹു, അലി തമാസീനി റളിയല്ലാഹു അൻഹു, അങ്ങനെ നിരവധി ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാണ് ഉണർവിൽ കണ്ടവരാണ്. നമ്മളൊക്കെ വെള്ളിയാഴ്ച ഖുത്ബ കേൾക്കുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട നുബാത്തി റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ
പച്ചക്കുബ്ബയിലേക്ക് അല്ലെങ്കിൽ ആ സുന്ദരമായ റസൂലുള്ളാന്റെ റൗളയിലേക്ക് നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സാധുവായ നുബാത്തി വന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല നബിയെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിപ്പെട്ടു. നുബാത്തി തങ്ങൾ അരികിലേക്ക് വന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബാത്തി തങ്ങൾ നേരെ കണ്ടു. ഇമാം സുയൂത്തി തങ്ങൾ പലതവണ കണ്ടതായി കിതാബുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, അങ്ങനെ പോലത്തെ നിരവധി ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖ്ലതൻ കണ്ട ആൾക്കാരാണ്. ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ കണ്ടെത്തിയ ആളുകളെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സംസാരിച്ചത്. ഇനിയും എത്രയോ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആളുകൾ കണ്ട ആൾക്കാരുണ്ട്, കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് സദാസമയത്തും റുഇയത്ത് ഒരിക്കൽ പോലും മുറിയാത്ത ആളുകൾ. ഒരു പ്രാവശ്യം കാണൽ മാത്രമല്ല, ഒരു സമയത്ത് വെളിപ്പെടൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഉടനീളം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവര് മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുഇയത്ത് ആസ്വദിച്ചുകൊണ്ട് വഫാത്തായ ആൾക്കാർ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വിശ്വാസികൾ എത്തുമ്പോഴേ ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്താന്ന് അറിയുള്ളൂ. ഇനി അഹ്മദിയത്തുണ്ട്, ഹാമിദിയത്തുണ്ട്, മഹ്മൂദിയത്തുണ്ട്. അതൊക്കെ വലിയ വലിയ ഉന്നതമായ മർത്തബകളാണ്. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുന്ന റബീഉൽ അവ്വൽ വരുമ്പോ കേവലം ആ ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു മാസം മൗലിദ് ഓതുക എന്നതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തായിരുന്നു അള്ളാന്റെ റസൂല്, ആ റസൂലുള്ളാനെ മനാമിൽ കാണാൻ എന്ത് ചെയ്യണം, നമ്മൾ എത്രമാത്രം സംശുദ്ധരായിരിക്കണം, നമ്മളെ ഹൃദയം എത്രമാത്രം നിഷ്കളങ്കമായിരിക്കണം, അതിനെക്കുറിച്ച് പഠിക്കുകയും ഒരു ഷെയ്ഖിന്റെ അനുവാദത്തോടുകൂടെ അതിനുള്ള അദ്കാറുകൾ നമ്മൾ കണ്ടെത്തി ഹൃദയം കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർക്കെ കാണാനുള്ള ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസി എത്തണം. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ അതിലേക്കുള്ള ഒരു തുറവടിയാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.